യൂണിഹെർട്സ് എന്ന കമ്പനിയുടെ യൂണിഹെർട്സ് ജെല്ലി സ്റ്റാർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13 സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഹെർട്സ് ജെല്ലി സ്റ്റാർ എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു സ്ക്രീൻ സൈസാണ് വരുന്നത്. വെറും 3 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഒരു കാർഡിൻ്റെയൊക്കെ സൈസിലേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 480x854 ആണ്. ഫുൾ HD റെസൊല്യൂഷനൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, കാരണം സ്ക്രീൻ സൈസ് 3 ഇഞ്ചേ വരുന്നുള്ളൂ. അതിൽ ഈ ഒരു റെസൊല്യൂഷനൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ മുകളിലും താഴെയും ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. പഞ്ച്വൽ ഡിസൈനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടൺ ഫോണിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വെറും 116 ഗ്രാം മാത്രമാണ് വരുന്നത്. അപ്പം വെയിറ്റ് വളരെ കുറവാണ്. തിക്നെസ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. തിക്നെസ് 18.7 mm വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ LED ലൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫ്ലാഷ് പോലത്തെ LED ലൈറ്റ് അല്ല. ഇനി പ്രോസസ്സറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 13,000-14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യമാണ്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 13 സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ഏറ്റവും ചെറിയൊരു ഫോണാണ് ഈ ഒരു ഫോൺ. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സൽ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 mAhൻ്റെ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുള്ളൂ. സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം ബാറ്ററി കപ്പാസിറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ റെസൊല്യൂഷനൊക്കെ കുറവായതുകൊണ്ട് തന്നെ 2000 mAhൻ്റെ ബാറ്ററി എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ്ങിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിന്. എന്നാലും 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം കിക്ക് സ്റ്റാർട്ടറായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ അവൈലബിൾ ആവുക ഹോങ്കോങ്ങിൽ. പിന്നെ ഒക്ടോബർ മുതലാണ് സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഈ ഒരു ഫോണിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് സ്ക്രീൻ സൈസാണ്. വളരെ ചെറിയൊരു സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും പിന്നെ 2000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് യൂണിഹെർട്സിൻ്റെ ജെല്ലി സ്റ്റാർ എന്ന സ്മാർട്ട് ഫോൺ. ഇതുപോലെ ചെറിയ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാനുള്ള ചാൻസ് കുറവാണ്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ് കുറവാണ്. അപ്പം കോണ്ടന്റ് വ്യൂയിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എടുക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.